കസ്റ്റംസ് CISF ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വിജിലൻസ് റെയ്ഡ്. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എവിടെയൊക്കെയാണ് വിജിലൻസിന്റെ റെയ്ഡ്? ആര്യ, കരിപ്പൂർ വിമാനത്താവളം വഴി നടന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് ഇന്ന് കേരളത്തിലും പഞ്ചാബിലും ഹരിയാനയിലും അടക്കം 9 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. 2023 ഒക്ടോബറിൽ കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു സ്വർണ്ണക്കടത്ത് കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി CISF അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിരുന്ന നവീൻ കുമാറും രണ്ടാം പ്രതി കൊണ്ടോട്ടി സ്വദേശിയായ ഷറഫ് അലിയുമായിരുന്നു. ഇതിൽ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടതുകൊണ്ട് ഈ കേസ് പിന്നീട് വിജിലൻസിന് കൈമാറി. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജിലൻസിന്റെ സംഘം ഇന്ന് ഈ 3 സംസ്ഥാനങ്ങളിലായി റെയ്ഡ് നടത്തിയത്. നവീൻ കുമാറിൻ്റെ ഹരിയാനയിലെ വീട്ടിലും ഒപ്പം തന്നെ ഈ ഷറഫ് അലിയുടെ കൊണ്ടോട്ടിയിലെ വീട്ടിലും പരിശോധനകൾ നടന്നു. അതിനൊപ്പം തന്നെ ഈ കേസുമായി ഇരുവരുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയ 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഹരിയാനയിലെയും പഞ്ചാബിലെയും വീടുകളിലും കൊച്ചിയിലെയും കോഴിക്കോട്ടെയും കസ്റ്റംസ് ക്വാർട്ടേഴ്സുകളിലും ഈ റെയ്ഡ് നടന്നു. ഇതുകൂടാതെ അമാന ഗ്രൂപ്പിൻ്റെ ഒരു ബന്ധമുള്ള ഒരു വ്യക്തി അടക്കമുള്ള ഏജന്റുമാരുടെ താമരശ്ശേരിയിലും കൊണ്ടോട്ടിയിലുമുള്ള വീടുകളിലും, അങ്ങനെയാണ് 9 കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തിയത്. ഈ എല്ലാ റെയ്ഡുകളും ഒരേ സമയം തന്നെയായിരുന്നു സംഘടിപ്പിച്ചത്. മലപ്പുറം വിജിലൻസ് യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഈ മിന്നൽ റെയ്ഡിന് വേണ്ടി കോഴിക്കോട് റേഞ്ച് SP-യുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമിനെ, അതിൽ മലപ്പുറം കോഴിക്കോട് വിജിലൻസ് DYSP-മാരെ ഉൾപ്പെടുത്തിയിരുന്നു. ആ പ്രത്യേക സംഘമാണ് ഈ റെയ്ഡ് നടത്തുകയും ചെയ്തത്. റെയ്ഡിൽ സുപ്രധാനമായ രേഖകളും പാസ്പോർട്ടുകളും ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചതായിട്ടാണ് വിജിലൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് കേസിൻ്റെ നിർണായകമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് റെയ്ഡ് നടത്തിയത്.